ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇന്നൊരു ട്രാവൽ വ്ളോഗ് പ്ലസ് ഫാമിലി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ട്രിപ്പൊന്നും പോകുമല്ല, പക്ഷെ നമ്മൾ ഒരാളെ പിക്ക് ചെയ്യാനായിട്ട് പോകുകയാണ്. നമ്മൾ പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ്. അപ്പോൾ ലക്ഷ്മി ചേച്ചി ഇത് 6 മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുവാണ്. ഞങ്ങളുടെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി തിരിച്ച് കുവൈറ്റിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ലക്ഷ്മി ചേച്ചി എൻ്റെ നാത്തൂനാണ്. അപ്പം ഞാനും ശ്രീരാജ് ഏട്ടൻ, ലക്ഷ്മി ചേച്ചിന്റെ ഹസ്ബൻഡ്, മുന്നത്തെ ഫാമിലി വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീരാജ് ഏട്ടനും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ലക്ഷ്മി ചേച്ചിയെ പിക്ക് ചെയ്യാനായിട്ട് ഞാനും ശ്രീരാജ് ഏട്ടനും കൂടിയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങളിവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി ഒരു 10-20 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ചേച്ചിയുടെ ഫ്ലൈറ്റ് അവിടുന്ന് ലേറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു 20 മിനിറ്റോളം മാത്രമേ മാക്സിമം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അപ്പം അങ്ങനെ കുവൈറ്റിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ പോകുന്നത് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ആളെത്തിപ്പോയി. പക്ഷെ ഞങ്ങളെ കണ്ടില്ല. പിന്നെ ചേച്ചി വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ കാണുന്നത്. അപ്പോൾ സിറാജ് ചേട്ടനെ കണ്ടപ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു മൊമെന്റ്. അതുപോലെ ഞങ്ങളും എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മിങ്കിൾ ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങളും കല്യാണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു തിരക്കുകളൊക്കെ ആയിരുന്നു. 10-20 ദിവസത്തെ ലീവിനായിരുന്നു അവരന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് കൂടുന്നത് ഇപ്പോഴാണ്. അങ്ങനെ ചേച്ചി വന്നു, ഞങ്ങളിതാ ഇനി തിരിച്ചു പോകുവാണ്. അപ്പോൾ പോകുന്ന വഴി ഇനി ഫസ്റ്റ് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം ചേച്ചിയാണെങ്കിൽ പൊറോട്ടയും മുട്ടയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും സിറാജ് ചേട്ടനും നെയ് റോസ്റ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ എന്താ പറയുക, ഇടയ്ക്കൊന്ന് വഴിതെറ്റി വന്നത് ഒരു അടിപൊളി ഒരു സൂപ്പർ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അപ്പം എന്തായാലും ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട്. ഇങ്ങനെ ഓപ്പൺ എയറിൽ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ട് നല്ലൊരു സൂപ്പർ സെറ്റപ്പ് ആയിരുന്നു. ഇത് കുമ്പളം ഭാഗത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ലഞ്ചെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടി എന്താണെന്ന് വെച്ചാൽ, ചേച്ചി വരുന്ന സെയിം ഡേ തന്നെ ശ്രുതിലക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ശ്രുതിലയ്ക്ക് ഒരു സർപ്രൈസും കൂടി ആയിട്ടാണ് ചേച്ചി ആ സെയിം ഡേ തന്നെ വന്നത്. അങ്ങനെ വൈകുന്നേരം ബർത്ത്ഡേ ഫങ്ഷൻസിൻ്റെ ആ ഒരു ആരംഭമാണ്. അപ്പോൾ തുളസിയച്ഛനും അമ്മയും അതേപോലെ തന്നെ അമ്പിയമ്മയും ഒക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് സംസാരമൊക്കെയാണ്. അപ്പോൾ ചേച്ചി വന്നതിൻ്റെ ആ ഒരു സന്തോഷവും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ശ്രുതില മോളുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് അത്യാവശ്യം രീതിയിൽ ബലൂൺസ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കേക്കും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആളാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. 2 കേക്കാണ് ഉണ്ടായിരുന്നത്. ചോക്കോലാലയുടെ കേക്ക്സ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫാമിലിയിൽ ഏത് ഫംഗ്ഷൻസ് വന്നാലും നമ്മൾ ചോക്കോലാല കേക്ക്സ് മാത്രമാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ചോക്കോലാല കേക്ക്സിന്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലപ്പുഴക്കാർക്ക് എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ബെസ്റ്റാണ് അവരുടെ കേക്കുകൾ. അപ്പോൾ കേക്കെല്ലാം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ശ്രുതില മോളാണെങ്കിൽ 2 കേക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ആൾക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരും കൂടി വരാനുള്ളത് കൊണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നിട്ട് അവൾ കേക്കെല്ലാം കട്ട് ചെയ്തു. തൊട്ടടുത്തുള്ളത് ശ്രേയാൻവിയാണ്, സിറാജ് ചേട്ടൻ്റെ അനിയൻ്റെ മോളാണ്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് ആദ്യം തന്നെ ശ്രുതിലക്കുട്ടി ശ്രേയാൻവിക്കാണ് കൊടുത്തത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവള് കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ അച്ഛനെയും അമ്മയും അവളും കാണാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം അച്ഛനും അമ്മയും ഒരുമിച്ച് വന്നതിൻ്റെ ആ ഒരു സന്തോഷവും അവളുടെ ബർത്ത്ഡേക്ക് അവരുടെ കൂടെ നിന്ന് കേക്ക് മുറിക്കാൻ പറ്റിയതും ഒക്കെ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് കേക്കെല്ലാം കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതിലക്കുട്ടിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമായിരുന്നു. നമ്മളെല്ലാവരും ശ്രുതില മോൾക്കും അതുപോലെ തന്നെ ശ്രേയക്കുട്ടിക്കും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് എന്താണ്, അതിനകത്ത് എന്താണെന്ന് കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ ഗിഫ്റ്റുകളെല്ലാം കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കേക്ക് തീറ്റിയും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ചു നോക്കി. ഓരോ ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കുമ്പോഴും 2 പേർക്കും എന്താ പറയുക, ഒരു വാവ് എക്സ്പ്രഷൻ ആയിരുന്നു. ഒത്തിരി ഗിഫ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാഗ്, അതുപോലെ തന്നെ
ടോയ്സ്, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, അതേപോലെ തന്നെ പെയിന്റിങ് ചെയ്യുന്ന സാധനങ്ങൾ, ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവർക്ക് കിട്ടി. പക്ഷെ ഇതെല്ലാം ഭയങ്കര ധൃതി വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവർക്കൊന്ന് ഫ്രീ ആയിട്ടിരുന്ന് കേക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ ഗിഫ്റ്റ് ബോക്സ് എല്ലാം പൊട്ടിച്ചതിന് ശേഷം എന്താ രണ്ടുപേരും സമാധാനമായിട്ടിരുന്ന് കേക്ക് കഴിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം പിന്നീട് ഇതാ നമ്മളുടെ സമയമായി. നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ദാ നല്ല അടിപൊളി ചിക്കനും റൈസും സാലഡും അതേപോലെ തന്നെ പൈനാപ്പിള് എല്ലാം ഉണ്ടായിരുന്നു. വളരെ ഗംഭീരമായിരുന്നു. ശ്രുതിലക്കുട്ടിയുടെ ബർത്ത്ഡേ അതുപോലെ ചേച്ചി വന്ന ദിവസവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി ഫാമിലി വ്ലോഗ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മളുടെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അതുപോലെ നമ്മളുടെ ചാനലിൽ ഫാമിലി വ്ളോഗും കുക്കിംഗ് വ്ളോഗും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം എല്ലാവരും ഒന്ന് കാണണം. ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇനിയും തുടർന്ന് മുൻപോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു ഫാമിലി വ്ളോഗും അതുപോലെ തന്നെ കുക്കിംഗ് വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണമൊക്കെ വിഷ് ചെയ്യുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.